ഇതാണ് ഒരുമിച്ച് ലൈവ് പോകുന്ന ടൂതർ ലൈവിൻ്റെ ഓപ്ഷൻ. ഒരുമിച്ച് ലൈവ് പോകൂ എന്ന് കണ്ടോ? അതിൻ്റെ ഇപ്പറയായിട്ടൊരു ഓണാക്കാനുള്ള സംഭവമുണ്ട്. അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ടൂതർ ലൈവ് ഓണായി. കണ്ടോ? അതിൻ്റെ ചിഹ്നമാണ് ഈ കാണിക്കുന്നത്. ഒരുമിച്ച് ലൈവ് പോകും എന്നുള്ളൊരു ചിഹ്നം ഓർത്തിരുന്നോ? അതിൻ്റെ ഓണാക്കി കൊടുത്തിട്ട് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് അടുത്തത് എന്നുള്ളത് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അല്ല കൂടെ ഇത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അന്നേരം ഇവിടെ ലിങ്ക് കോപ്പി ചെയ്യണം. ഈ ആദ്യത്തെ ലിങ്ക് പകർത്തുക എന്നുള്ളത് അതാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ഇതിലാണ്. താഴത്തെ ക്ഷണ ലിങ്ക് അയക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒക്കെ പേഴ്സണലായിട്ടുള്ള കൂട്ടുകാരുടെ ഫ്രണ്ട്സുകൾക്ക് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവർക്ക് മാത്രമേ നമ്മൾ ടൂതർ ലൈവിൽ കയറാൻ പറ്റത്തുള്ളൂ. ഏറ്റവും മുകളിലത്തെയാണ് പൊതുവായിട്ടുള്ള ലിങ്ക് കോപ്പി ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ കോമൺ ആയിട്ട് അത് ഞാൻ കോപ്പി ചെയ്തു, ലിങ്ക് കോപ്പി ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ടൂതർ ലൈവായി. അപ്പോൾ ടൂതർ ലൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് തത്സമയമാക്കുക. അപ്പോൾ തത്സമയമായിട്ടുണ്ട്. എന്നിട്ട് ഇനി ലിങ്ക് പോസ്റ്റ് ചെയ്യണം, ലിങ്ക് ഷെയർ ചെയ്യണം. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് ലിങ്ക് പോസ്റ്റ് ഇവിടെ ആരമാർക്ക് ഉണ്ടോ വലത്തോട്ടുള്ള ചിഹ്നം അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ പോസ്റ്റിലേക്ക് സൃഷ്ടിക്കാൻ ഏറ്റവും താഴത്തെ ഓപ്ഷൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് നമ്മളവിടെ ലിങ്ക് കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പോസ്റ്റ് ഉണ്ടോ? ഇപ്പോൾ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് സെൻഡ് കൊടുക്കുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പോസ്റ്റ് ചെയ്തു കണ്ടോ? പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് വരും, പങ്കിട്ടു. ഇപ്പം എൻ്റെ ടൂതർ ലൈവിലേക്ക് ആൾക്കാർക്ക് കയറി വരാം. ഇപ്പോൾ എൻ്റെ ടൂതർ ലൈവിലേക്ക് ആൾക്കാർക്ക് കയറി. ഇപ്പോഴാണ് ടൂതർ ലൈവിൻ്റെ എല്ലാ സംഭവം പൂർത്തിയായത്. ഇങ്ങനെയാണ് ടൂതർ ലൈവ് ചെയ്യേണ്ടതും ഇടുന്നതും. എങ്ങനെയാണെന്നുള്ള മനസ്സിലായോ? ഇനി ആൾക്കാർ കയറി വന്നോളും.